എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ശനിയാഴ്ചയായിട്ട് ആകപ്പാടെ ഒരു സുഖയില്ലായ്മ ഫീൽ ചെയ്യുന്നത് എന്താണെന്നറിയത്തില്ല. എഴുന്നേറ്റിട്ട് അടുക്കളയിലോട്ട് വന്നിട്ടൊന്നും ചെയ്യാനായിട്ടുള്ള ഒരു മൂഡ് തോന്നിയില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാതെ അവർക്ക് ചോറ് കൊടുത്തു വിടണമല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ കുറച്ച് നേരമൊക്കെ ആലോചിച്ചൊക്കെ നിന്ന് 4 മണിയായപ്പോൾ എഴുന്നേറ്റു. പക്ഷേ കുറച്ച് നേരമൊക്കെ ആലോചിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യം. കഞ്ഞി എന്നാണെങ്കിലും വെക്കണമായിരുന്നു. അത് ഞാൻ നേരത്തെ അടുപ്പത്തിട്ടു. പിന്നെ കറിയുടെ കാര്യം ഇങ്ങനെ ആലോചിച്ചിട്ട് ചെയ്യാനുള്ള മടി കാരണം ചേട്ടനോട് ചോദിച്ചു പച്ചമോര് മതിയെന്ന് പറഞ്ഞാൽ അപ്പം അത് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ചൂട് കാരണം നമുക്ക് ശാരീരികമായിട്ട് ഭയങ്കര തളർച്ചയും ക്ഷീണമൊക്കെയാണ്. അത് തന്നെയല്ലേ ക്ലൈമറ്റ് മാറുന്നുണ്ടാകുന്നു. ചുണ്ട് ഇങ്ങനെ തൊലി പോകുന്നുണ്ട്, എന്താണെന്നറിയത്തില്ല. ഭയങ്കരമായിട്ട് കറുത്തിട്ട് ലിബാമൊക്കെ തേച്ചിട്ട് അങ്ങോട്ട് ശരിയാകുന്നില്ല. പിന്നെ നെയ്യ് തേച്ച് കൊടുക്കുന്നതുകൊണ്ട് കുറച്ചൊന്ന് കുറയുന്നുണ്ട്. വലിയ പ്രശ്നമില്ല, എന്നാലും ചെറുതായിട്ടൊക്കെ ഒന്നും പോകുന്നുണ്ട്. പിന്നെന്താണ്, ഇന്നലെ വൈകിട്ടൊക്കെ ഭയങ്കര തലവേദനയായിരുന്നു. അത് കാരണം ഒരു സുഖമില്ലായിരുന്നു രാവിലെ എഴുന്നേറ്റിട്ട്. പിന്നെ ചില ദിവസങ്ങളിലൊക്കെ ആലോചനകളൊക്കെ കൂടുതലുള്ള ദിവസങ്ങളുണ്ട്. നാട്ടിലെ കാര്യങ്ങളും മോളെ കാണണമെന്നുള്ള തോന്നലൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒരു ആലോചനയും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും അടുത്തുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല. പിന്നെ ഇടയ്ക്ക് അമ്മയെ വിളിക്കുമ്പോഴത്തേനും അമ്മയോട് സംസാരിച്ച് കഴിയുമ്പോഴത്തേനും നാട് മിസ് ചെയ്യുന്നൊരു ഫീലുണ്ട്. പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ പകലേ അത് വലിയൊരു ടാസ്ക്കാണ്. പിന്നെ ഇങ്ങനെ യൂട്യൂബ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇത് എഡിറ്റ് ചെയ്തും ഇതിന് വീഡിയോ ഒക്കെ എടുത്തും എന്നും ഇങ്ങനെ ഓരോ വീഡിയോ ഇടുന്നുണ്ട്. ഇവിടെ ഇരുന്നുള്ള മടുപ്പ് കാരണം പകലൊക്കെ വെറുതെ ഇരുന്നിട്ട് കുറേ നാളൊരിളക്കം കയറി മെഷീനൊക്കെ മേടിച്ചിട്ട് കുറേ തയ്യലും കാര്യങ്ങളൊക്കെ ഇട്ടു. ഇപ്പം നമുക്കത് ബിസിനസ് എന്ന രീതിയിൽ നാട്ടിലെ പോലെ ഇവിടെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കുറച്ചൊക്കെ ഞാനൊന്ന് തയ്ക്കി കൊടുക്കുകയോ ചെയ്ത് ഒരിടയ്ക്ക് എംബ്രോയ്ഡറി യൂട്യൂബിൽ നിന്നൊക്കെ എംബ്രോയ്ഡറി ഒക്കെ പഠിച്ചാൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കുറച്ച് സമയം കളഞ്ഞു. പിന്നെ അതിനോടുള്ള ടച്ച് വിട്ട് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഇങ്ങനെ യൂട്യൂബ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് തുടങ്ങിയത്. അപ്പോൾ ഇതിനകത്ത് വീഡിയോ ഇടുന്നതുകൊണ്ടൊക്കെ കുറച്ചൊക്കെ സമയങ്ങളൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇന്ന് ശനിയാഴ്ച ദിവസം പൊതുവേ നമുക്ക് പണിയൊക്കെ വലിയ കാര്യമായിട്ടില്ല. കാരണം ഞായറാഴ്ച പോകണ്ടാത്തതുകൊണ്ട് നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും ഞായറാഴ്ച പതുക്കെയുള്ള പരിപാടികളൊക്കെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയതൊക്കെ എന്തൊക്കെയാണെന്നൊന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാവേ. അപ്പോൾ കഞ്ഞി തിളച്ചു. പിന്നെ നമ്മൾ കടലയാണ്, ചുമലക്കടലയാണ് നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അത് വേവാനായിട്ട് വെച്ചിട്ട് വിസിലടിച്ച് ഒരു 5-6 വിസിലടിപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരി അരച്ച് വെച്ചായിരുന്നു. എനിക്ക് അരി അരച്ച് വെച്ചപ്പോഴത്തേന് മൊത്തത്തിൽ പൊങ്ങി നാശമായിപ്പോയി. പാത്രം അടിയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, വലിയ പാത്രമല്ലായിരുന്നേ. അപ്പം കൂടുതൽ നാളത്തേനും കൂടെ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ കൂടുതൽ അരച്ച് വെച്ചതായിരുന്നു. അപ്പത്തേനത് പണി തന്നു. മൊത്തം പൊങ്ങി താഴെയെല്ലാം പാത്രത്തിനകത്തെല്ലാം ആയിപ്പോയി. അത് തന്നെയല്ല, പുളിയുള്ള അപ്പത്തിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ ഇത് പുളിയായിപ്പോയി. ഞാൻ എന്നും രാവിലെയാണ് അരച്ച് വെക്കുന്നത്. എഴുന്നേറ്റ് കഴിഞ്ഞിട്ടേ ഒന്നെങ്കിൽ അരിപ്പൊടിക്കകത്താണ് ഉണ്ടാക്കുന്നത്. അരി അരച്ചുണ്ടാക്കുന്നത് അന്നേരം തന്നെ എനിക്ക് ഉണ്ടാക്കി 1 മണിക്കൂർ കഴിയുമ്പോൾ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. പുളി ഒത്തിരി എനിക്കിഷ്ടമില്ല, അപ്പത്തിനാണെങ്കിലും ദോശയ്ക്കാണെങ്കിലും. അതുകൊണ്ട് കുറച്ച് പുളിയുണ്ട്. ഞാൻ ഇതിനകത്ത് തേങ്ങാവെള്ളത്തിനകത്ത് ഈസ്റ്റിട്ട് പഞ്ചസാരയും കൂടി ഇട്ടാണ് കലക്കി വെച്ചത്. അതുകൊണ്ടാണ് ഇത്രയും പുളിയായിപ്പോയെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ചൂടുമല്ലേ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് വേണം ഇട്ട് കൊടുത്തത്. അതുകൊണ്ടാണ് പെട്ടെന്ന് പൊങ്ങി ഇതുപോലെ ആയിപ്പോയത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെല്ലാം വെച്ചു. കാരണം അതെല്ലാം മൊത്തം ഇതിൻ്റെ അടിവശം എല്ലാം അപ്പടി മാവായിപ്പോയായിരുന്നു. അതെല്ലാം കഴുകിയെടുത്തു. അതിന് ശേഷം ഒന്ന് കലക്കി വെച്ചിട്ട് പുളിയും ഒക്കെ നോക്കി ഉപ്പൊക്കെ നോക്കിയപ്പോഴത്തേന് പുളി ഇച്ചിരി മുന്നോട്ട് നിൽക്കുന്നുണ്ട്. അത് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കലക്കി അങ്ങോട്ട് വെച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടേ ഇത് ഉണ്ടാക്കിയെടുക്കത്തുള്ളേ. ഈ സമയത്ത് നമ്മുടെ കഞ്ഞി നന്നായിട്ട് തിളച്ച് വന്നു. പിന്നെ അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചിയാ സീഡിൻ്റെ വെള്ളം ഇല്ലേ, അത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മെഴുക്കുവരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ കായും ചേനയും കൂടെ മെഴുക്കുവരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ചേന മാറ്റി. അത് കഴിഞ്ഞ് പിന്നെ കായും പയറും കൂടെ തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കടലക്കറി കൂട്ടുന്നതുകൊണ്ട് പയറും കൂടെ വേണ്ടെന്ന് വിചാരിച്ചു. അത് മാറ്റിയിട്ട് പിന്നെ മെഴുക്കുവരട്ടിയാക്കി. ചേനയും പയറും അല്ല കായും പയറും ഒക്കെയാണ് രാഹുൽ കൂട്ട്. ഈ മെഴുക്കുവരട്ടി കാര്യങ്ങളൊന്നും അവന് അത്രയും താല്പര്യമില്ല, അവൻ കൂട്ടത്തുമില്ല. പിന്നെ ഇത് ഞാൻ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മെഴുക്കുവരട്ടി വെച്ചെടുക്കണം. അരിഞ്ഞെടുത്തതിന് ശേഷം ഞാൻ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്ക് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തതിന് ശേഷം വേണം പിന്നെ നമുക്ക് കടുക് മൂപ്പിച്ചിടാനായിട്ട്.
അപ്പോൾ അതിനായിട്ട് ഞാൻ ഉപ്പ് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുക്കറിൽ കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് ഞാൻ ഒരു 5-6 വിസിലടിപ്പിച്ചപ്പോഴത്തേന് മാറ്റി തീ ഓഫാക്കി വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ കായ് ഇനി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കടലക്കറി ഒന്ന് ശരിയാക്കി എടുക്കാം. പിന്നെ ഞാൻ കുക്കർ തുറന്നിട്ട് കടലയൊന്ന് വെന്തോ നോക്കുകയാണ്. നേരത്തെ ചില സമയങ്ങളിലൊക്കെ മേടിക്കുന്ന കടല ഇവിടെ നിന്ന് മേടിക്കുന്നത് എത്ര വിസിലടിപ്പിച്ചാലും കുറച്ച് കടല വേഗം, കുറച്ച് വേകാതെയും കിടക്കും. അങ്ങനത്തെ കടലയായിരുന്നു. അപ്പോൾ ഇത് നല്ല കടലയാണ്, കുഴപ്പമില്ല, വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് കടുക് വറക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുകും കറിവേപ്പിലയും ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ മീറ്റ് മസാലപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാലപ്പൊടി വീട്ടിൽ പൊടിച്ചുകൊണ്ട് അത് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ മീറ്റ് മസാലപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിനി കടല ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിന് കുറച്ച് കടല എടുത്ത് മാറ്റി ഒന്ന് നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ജാറിനകത്തിട്ട് അടിക്കാനുള്ള മടി കാരണം തവി വെച്ച് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനൊന്ന് കലക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കടലക്കറിക്ക് നല്ലൊരു ടേസ്റ്റും കൊഴുപ്പും കിട്ടുവേ. അപ്പം കടലക്കറി ഇപ്പം നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കണം. മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലും കടുക് നമ്മൾ താളിച്ചെടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു പകുതി കഷ്ണം സവോളയും പിന്നെ ഒരു 5-6 കൊച്ചുള്ളിയും ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും എല്ലാം കൂടെ ഇടികല്ലിനകത്തിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. എന്നിട്ട് നമുക്ക് അതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ടൊരു മൂത്ത് വരുന്ന സമയത്ത് വേണം നമുക്ക് ഇതിലേക്ക് കായിട്ട് കൊടുക്കാനായിട്ട്. അപ്പം ഈ ഉള്ളിയൊക്കെ മൂത്ത് വന്ന സമയത്ത് ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് മൂത്ത് വന്ന സമയത്ത് നമ്മുടെ വെന്തിരിക്കുമല്ലേ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല കുരുമുളക് പൊടി തന്നെയല്ല, പിന്നെ നമ്മൾ ഉണക്കമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് എരിവിനായിട്ട് ഉണക്കമുളക് ചതച്ചതും കുരുമുളക് പൊടിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുക്കുന്നത് സ്കിപ്പായി പോയതാണ് എൻ്റെ വീഡിയോയെ. അപ്പം നമ്മുടെ മെഴുക്ക് പുരട്ടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പാലപ്പം ഉണ്ടാക്കാൻ പോവാണ്. ചായ വെച്ചിട്ടുണ്ട്. കപ്പിനകത്താണ് ഞാൻ സാധാരണ ചായ വെക്കുന്നത്. മറ്റേ പാത്രത്തിനകത്ത് വെക്കാനുള്ള ചായയില്ല. 2 ഗ്ലാസ് ചായ എനിക്കിങ്ങനെ വെക്കുന്നതാണ് എളുപ്പം. ഈ ചെറിയ അടുപ്പിൽ ഇങ്ങനെ വെക്കാനായിട്ടാണ് എളുപ്പമേ. അതുകൊണ്ടാണ് കപ്പിനകത്ത് വെക്കുന്നത്. പിന്നെ പാലപ്പം ഞാൻ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. ഒരു 2 ചേട്ടനും ഉണ്ടാക്കി. 2 എനിക്കും 2 രാഹുലിനും ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് അതെല്ലാം കഴിച്ച് പിന്നെ നമ്മളൊരു പച്ചമോര്, ഇഞ്ചിയും ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും പച്ചമുളകും എല്ലാം ചതച്ചിട്ട് ഒരു പച്ചമോരും കൂടെ ഉണ്ടാക്കി. കുറേ ഒഴിച്ച തൈര് കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. നാട്ടിൽ നിന്ന് ഞാൻ നേരത്തെ വന്നപ്പോൾ കൊണ്ടുവന്നത്. അതിങ്ങനെ മാറ്റി വെച്ച് ഇപ്പം അങ്ങനെയാണ് ചെയ്യാറ്. ഇപ്പോൾ രാവിലത്തെ പണികളൊക്കെ ഏകദേശം തീർന്ന് പിന്നെ ഉച്ച കഴിഞ്ഞിട്ടാണ്. ഇത് കഴിഞ്ഞ ദിവസം മാളിപ്പം മേടിച്ച ചെമ്മീനായിരുന്നു. വിലക്കുറവുണ്ടായിരുന്നു കുറച്ച്. അപ്പം ഞാൻ കുറേ ദിവസമായി ഇപ്പം ചെമ്മീൻ ഇവിടെ മേടിച്ചിട്ട്. അപ്പം രാഹുലിന് ചെമ്മീൻ ഇഷ്ടമാണ്. അപ്പം ഇത് ഫ്രൈ ചെയ്താലും അതുപോലെ തന്നെ കറി വെച്ചാലും തേങ്ങ അരച്ച് കറി വെക്കുന്നത് എനിക്കിഷ്ടമാണ് ഇത്. പിന്നെ അവന് ഇത് ഇങ്ങനെ നമ്മൾ റോസ്റ്റ് പോലെ ഉണ്ടാക്കത്തില്ല, തക്കാളിയൊക്കെ ഇട്ട്, അതും ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ നൂല് നമ്മൾ വലിച്ചു കളയണം. പണ്ടൊക്കെ എനിക്കിത് അറിയത്തില്ലായിരുന്നു, ഞാനിതൊന്നും കളയത്തില്ലായിരുന്നു. അപ്പോൾ യൂട്യൂബൊക്കെ ഇറങ്ങിയ പിന്നെ യൂട്യൂബിനകത്ത് കണ്ടേ പിന്നെ ഇതിൻ്റെ ഈ സാധനം നമുക്ക് വയറിന് പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്കറിയാൻ പറ്റിയത്. ഓരോരോ കാര്യങ്ങൾ ഓരോ അറിവുകൾ നമുക്ക് ഓരോ ഇതിൽ നിന്ന് കിട്ടുമല്ലോ. അതിൽ പിന്നെ ഈ സാധനം ഞാനിങ്ങനെ വലിച്ചു കളയും. ചിലർ തല ഇട്ട് കറി വെച്ച ഈ തേങ്ങ അരച്ച് കറി വെച്ചാൽ നല്ലതാണ്. പക്ഷെ ഇതിൻ്റെ തല ഇച്ചിരി കൊള്ളത്തില്ല. കാരണം അത് ഇച്ചിരി പോയതാണ്. ഇച്ചിരിയും കൂടെ നല്ലതാണെങ്കിൽ, ഇങ്ങനെ അലുത്ത് പോകാത്ത തലയാണെങ്കിൽ നല്ല തലയാണ്. തലയിട്ട് കറി വെച്ചത് വേറെ ഇഷ്ടം തേങ്ങ അരച്ച് കറി വെക്കുന്നത്. സത്യത്തിൽ ഇതിൻ്റെ ഗുണം മുഴുവൻ ഇരിക്കുന്ന തലയ്ക്കകത്ത. പക്ഷെ അതാരും എടുക്കത്തില്ല. നല്ല പച്ചയൊക്കെ ആണെങ്കിൽ മാത്രമേ എല്ലാവരും എടുക്കത്തുള്ളൂ. ഇതിനകത്തിരിക്കുന്നത് ഇത് കണ്ട് ഈ സാധനം, ഇതൊക്കെ നല്ലതാണ്. ഇതിൻ്റെ പൊന്നാണ്. ഇത് പൊന്നെന്നാണ് ഇതിന് പറയുന്നത്. ഇതുപോലെ തന്നെ ഈ നമ്മുടെ ഞണ്ടിനകത്തും ഉണ്ട്. അതൊന്നും ആരും എടുക്കത്തില്ല, എല്ലാവരും അതൊക്കെ കളയും. അതൊക്കെ ഇടുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കിട്ടുന്നത്.
ഇപ്പം കുറച്ച് ഞാൻ വറക്കാൻ എടുക്കും, പിന്നെ കുറച്ച് 1 കിലോയേ ഉള്ളൂ, അതുകൊണ്ട് എന്നാ ചെയ്യാൻ പറ്റും, ഒന്ന് വറക്കാം, അല്ലെങ്കിൽ കുറച്ച് നമുക്ക് ചാറ് വെക്കും. ചാറ് വെക്കുവാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു തോരനോടെ ഒപ്പിച്ചാൽ കറിയാവും ഒരു ദിവസത്തെ. അല്ലെ പിന്നെ ചാറിന് ഞാൻ തക്കണം, ഇവിടെ ചാറല്ലായിരുന്നു നിർബന്ധം. തോരൻ കറി തന്നെ ഉണ്ടാക്കി ഇവിടെ പറ്റത്തില്ല. പിന്നെ മാസാവസാനമൊക്കെ ആയി വരുന്നതുകൊണ്ട് സാധനങ്ങളൊക്കെ തീരാൻ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ട അവസ്ഥയിലേക്ക് മാറി. ഈ സാലറി കിട്ടുന്നിടം വരെയൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകും. എത്ര നമ്മൾ കൈ ചുരുക്കി വാങ്ങിക്കാന്ന് വിചാരിച്ചാലും നാളെ ചെന്ന് കഴിയുമ്പോഴത്തേന് കയ്യിരിക്കുന്ന പൈസ മാക്സിമം എത്ര ചുരുക്കി മേടിക്കാന്ന് വിചാരിച്ചാലും നല്ല പൈസയാണ് ഇവിടെ. നാട്ടിൽ ഒരു മാസം ഇപ്പം നാട്ടിൽ നല്ല സാധനങ്ങൾക്കൊക്കെ നല്ല വിലയാണ്. ഇവിടുത്തെ അനുസരിച്ച്, ഇവിടുത്തെ വിലയുടെ അനുസരിച്ചുണ്ട് ഇപ്പം നാട്ടിലും വില, നല്ല വിലയുണ്ട്. തേങ്ങയൊക്കെ ചിലപ്പോൾ ഇവിടെ ഓഫറിന് കിട്ടുമേ. ഒരു ദിറംസൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1.5 ദിറംസിനൊക്കെ കിട്ടും. 1.5 ദിറംസ് എന്നൊക്കെ പറഞ്ഞാൽ 30-35 രൂപയൊക്കെ ഒരു തേങ്ങയ്ക്ക് വില വരും. അങ്ങനെ ഞാനിത് പൊളിച്ചെടുക്കട്ടെ. ബാക്കി നമ്മളൊരു 10-20 ചെമ്മീനോളം ഇത് വറക്കാൻ നമുക്ക് എടുക്കാവേ. പിന്നെ ഇത് നമുക്ക് കറി വെക്കാനായിട്ട് എടുക്കാം. ഇതിപ്പം കറി വെക്കുന്നില്ല, ഫ്രിഡ്ജിനകത്ത് വെക്കാൻ പോകുന്നേ. അപ്പം ഇന്നിപ്പം ഉച്ചക്കത്തേക്കിന് കുറച്ച് വറുത്തെടുക്കാം നമുക്ക്. വൈകുന്നേരത്തേക്കിനും ഉച്ചക്കത്തേക്കിനും കൂടെ ആവുമല്ലോ. അപ്പം അതൊന്ന് ചെയ്തെടുക്കണം. അപ്പം ഇത് ഞാനത് ഫ്രിഡ്ജിനകത്ത് വെക്കാം. ഇതൊന്ന് പെരട്ടി എടുക്കാൻ പോകണേ. അപ്പം അതിനായിട്ട് ഞാൻ ഇച്ചിരി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുരുമുളക് പൊടിയെ ഇതൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തപ്പോൾ മസാല ചെമ്മീനെ പിടിക്കാത്ത പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. വെള്ളത്തിന് വരെ നമുക്ക് വെളിച്ചെണ്ണ എണ്ണ ഏതെങ്കിലും ഒഴിച്ചാണെങ്കിലും മിക്സ് ചെയ്യാം. അതിനുശേഷം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ചെമ്മീൻ വറക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്കകത്താണ് നമ്മൾ ചെമ്മീൻ വറക്കാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് നമുക്ക് ചോറുണ്ണാം. ചോറ് വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ പുറത്ത് മോരുകറി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെമ്മീൻ ഫ്രൈയും പിന്നെ നമ്മുടെ കാമെഴുക്ക് വരട്ടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു കഷ്ണം നാരങ്ങ അച്ചാറും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വ്ലോഗ്സും കുക്കിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.